ഹായ് ഫ്രണ്ട്സ്, അസ്കർ ഇൻഫോടൈമിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പാർക്കാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഒരു സായാഹ്നമൊക്കെ ചിലവഴിക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളി സ്ഥലമാണ്. അപ്പോൾ കുട്ടികളെത്ത് വന്നിട്ടാണ്. അപ്പോൾ ഈ സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുണ്ടല്ലേ, ഇത് സ്ഥലമല്ലേ? ആറിക്കോ. പെരുമ്പലം ബീച്ചിലെത്തിയിട്ടുള്ള റോഡാണ് കേട്ടോ ഈ കാണുന്നത്. ഈ റോട്ടിൽ വന്നിട്ട് ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. നമുക്ക് പാർക്കിങ്ങിന് പ്രത്യേക ഏരിയ ഒന്നുമില്ല, എല്ലാത്തിൻ്റെ സൈഡിലൊക്കെ നമ്മൾ പാർക്ക് ചെയ്യലാണ്. ഇതാണ് നമ്മളെ പാർക്ക് എന്ന് പറയുന്നത്. സീലാൻഡ് ചിൽഡ്രൻസ് പാർക്കാണ് ഈ കാണുന്നത്. കുഴപ്പമില്ല, സാധനം ഓക്കെയാണ്. ഈ ഭാഗത്തൊക്കെ വന്നിട്ട് നമ്മൾ ഈ ബീച്ച് കാണാൻ വന്നിട്ട്, ബീച്ച് അതിമനോഹരമായൊരു ബീച്ചാണ് ഇവിടെ. ഈ റോഡ് ലാസ്റ്റിൽ കാണുന്നതാണ് ബീച്ച്. ആദ്യം തന്നെ ഞാൻ പെരിയമ്പലത്തിനെ കുറിച്ച് പറയട്ടെ. പെരിയമ്പലം എന്ന് പറഞ്ഞാൽ ചാവക്കാട് പൊന്നാനി ഹൈവേയിലുള്ള ഒരു സ്ഥലമാണ് പെരിയമ്പലം ബീച്ച്. ഈ വഴി യാത്ര ചെയ്യുന്ന ആളുകൾ പണ്ട് മുതലേ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രദേശമാണ് പെരിയമ്പലം ബീച്ച് എന്ന് പറയുന്നത്. ബീച്ച് കാണാൻ ആഗ്രഹമുള്ള എല്ലാവരും തിരഞ്ഞെടുക്കുന്നതാണ്. ഇപ്പോൾ അടുത്ത കാലത്തായി ഇതിൻ്റെ അടുത്ത് 2 പാർക്കാണ് വന്നത്. അത്യാവശ്യം നല്ല സ്പേസിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, 2 പാർക്കും. പക്ഷെ അതിലൊരു പാർക്കാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. കാരണം കോവിഡിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് പൂട്ടിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലേ, 2 ഗജവീരന്മാരാണ് നമ്മളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യണത്. നമ്മൾ കാണുമ്പോൾ തന്നെ ത്രില്ലടിക്കും. കുട്ടികൾക്ക് എന്നല്ല, വലിയവർക്ക് തന്നെ കാണുമ്പോൾ തന്നെ ത്രില്ലടിക്കും. അപ്പോൾ പിന്നെ കുട്ടികളെ കാര്യം പറയണ്ടല്ലോ. പക്ഷേ ഇതിലൊരു ആനയുടെ തല മാത്രമാണ് കുറച്ച് വലിപ്പം കൂടുതൽ. ഉടലെന്തോ ഒരു ശോഷിച്ച പോലെ തോന്നിയിട്ട് എനിക്ക്. പിന്നെ അതുപോലെ തന്നെ ഇത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ ഓരോ എക്യുപ്മെൻറ്റ്സും നിർമ്മിച്ചിട്ടുള്ളത് ഓരോ മൃഗങ്ങളുടെ രൂപത്തിലാണ്. അതിൻ്റെ ആ ഒരു ശരിക്കുള്ള രൂപത്തിൻ്റെ, മൃഗങ്ങളുടെ ആ രൂപത്തിൻ്റെ ഫീല് കൊണ്ടുവന്നുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായി. അതിൻ്റെ മേലെ കയറിയിരിക്കാനൊക്കെ ഭയങ്കര ആവേശമാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പലതരത്തിലുള്ള ജീവികൾ കൊണ്ടുള്ള ടോയ്കളും ഇവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. പാർക്കിൻ്റെ ചുറ്റും സൈക്കിൾ ട്രാക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ സൈക്കിൾ നമുക്ക് വാടകയ്ക്ക് എടുത്തിട്ട് നമുക്കതിന് ചുറ്റും കുട്ടികൾക്കൊക്കെ സൈക്കിൾ അതിന് ചുറ്റും ചവിട്ടുക, നടക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് ഈ പാർക്കിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ആ സ്വിമ്മിംഗ് പൂളിൽ അരയണങ്ങളുടെ രൂപത്തിലുള്ള ബോട്ടുകൾ നിർമ്മിച്ചിട്ട് അതിൽ കുട്ടികളെ കൊണ്ട് ചവിട്ടിച്ച് അവർക്ക് സ്വയം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ സെറ്റപ്പ്. അതും വളരെ ഭംഗിയായിട്ട് തോന്നി. ആദ്യം പറയുന്നത് ഇതിൻ്റെ ടിക്കറ്റ് റേറ്റാണ് കേട്ടോ. 30 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന്. അത് 3 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും, വലിയവരും ചെറിയവരും എല്ലാവരും എടുക്കണം. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഏത് എക്യുപ്മെൻറ്റ്സും ഈ 30 രൂപ വെച്ചിട്ട് കയറാം.
മറ്റൊരു രസം എന്ന് പറഞ്ഞാൽ ഈ പാർക്ക് ചേർന്ന് കിടക്കുന്നത് കടലിനോടാണെന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കടപ്പുറത്ത് പോവാം. എടുത്തു പറയേണ്ടത് ഈ പാർക്കിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ള ഫെസിലിറ്റീസാണ്. നമുക്ക് എന്താ പറയുക, വാഷ്റൂമും അതുപോലെ പ്രാർത്ഥിക്കാനുള്ള റൂമുകളും എല്ലാം വളരെ നല്ല സെറ്റപ്പിലാണ് ഇവർ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ബീച്ച് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എനിക്ക് എപ്പോഴും വരൽ ഇവിടെ വന്നാൽ നല്ല ഐസ്ക്രീം കിട്ടും. ഒരു ജാക്ക് ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീമാണ് ഞാൻ കഴിച്ചത്. എല്ലതും ഒന്നിനോടൊന്ന് മെച്ചം, ഇളനീരിൻ്റെതായാലും സ്ട്രോബെറി ആയാലും എല്ലാം ഒന്നിനോടൊന്ന് മെച്ചപ്പെട്ട ഐസ്ക്രീമുണ്ട്. പിന്നെ അടുത്തുള്ള ഷോപ്പുകൾ ഉപ്പിലിട്ടതും അതുപോലെ തന്നെ ബലൂണും അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വിൽക്കണ, കുട്ടികളുടെ ചെറിയ ചെറിയ ടോയ്കളൊക്കെ വിൽക്കണ ഷോപ്പുണ്ട്. അതൊക്കെ കൂടിയിട്ട് മൊത്തത്തിലൊരു ഉത്സവ ലഹരിയാണ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ. എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഒരു സായാഹ്നമൊക്കെ കുട്ടികളായിട്ട് വരിക. എന്തായാലും ഈ ശിശുദിനത്തിൽ ഞാൻ കുട്ടികളോടൊപ്പം വന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.